ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, കളവുകൾ പാടില്ല എന്ന് നമുക്കറിയാം. കളവ് പറയരുത് എന്ന് നമുക്കറിയാം. പറയപ്പെടുന്ന കളവുകളിൽ ഏറ്റവും ഗൗരവതരമായ കളവ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പറയുന്ന കളവുകളാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുന്ന കളവുകളാണ്. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് കള്ളസത്യം ചെയ്യുക, മനുഷ്യൻ്റെ സമ്പത്ത് അപഹരിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ കള്ളസത്യം ചെയ്യുക എന്നതും ഏറ്റവും വലിയ കളവാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കിതാബിനെക്കുറിച്ച് കളവ് പറയുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുക, അതിൽ കളവ് പറയുക, വിവരമില്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കുക. സ്വഹാബികളൊക്കെ അത്തരം വിഷയം ഭയപ്പെട്ടിരുന്നൊരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കളവ് പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതർ പറയാത്തതോ ചെയ്യാത്തതോ അംഗീകരിക്കാത്തതോ ആയ കാര്യം പ്രവാചകൻ പറഞ്ഞു ചെയ്തു എന്നൊക്കെ പറയുക. അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുസ്ലിങ്ങളുടെ മനുഷ്യരുടെ സമ്പത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി കള്ളസത്യം ചെയ്യുക, അതും ഏറ്റവും വലിയ ഗുരുതരമായ പാപമാണെന്നറിയുക. അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ കോപിഷ്ഠനായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.